CBSE പുനർമൂല്യനിർണ്ണയത്തിനായി വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാം. അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റ് ഇന്ന് വീണ്ടും തുറന്നു നൽകും. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വെബ്സൈറ്റിന്റെ പ്രവർത്തനം നേരത്തെ നിർത്തിവെച്ചിരുന്നു. നീറ്റ് CBSE പരീക്ഷാ വീഴ്ചകൾ പരിശോധിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പാർലമെന്ററി സമിതി ഇന്നും നാളെയും യോഗം ചേരും. ആദിൽ പാലോട് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ആദിൽ പറയും. ദീർഘകാലമായി രണ്ട് മൂന്ന് ആഴ്ചകളായുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് നീറ്റിലും CBSEയിലുമുള്ള പ്രശ്നങ്ങൾ. ഇത് ചർച്ച ചെയ്യാനാണ് ഇന്ന് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി യോഗം ചേരുന്നത്. ഇന്നും നാളെയുമായാണ് യോഗം ചേരുന്നത്. ഇതിൽ പ്രധാനമായും രണ്ട് കൂടിക്കാഴ്ചകളുണ്ട്. അതിൽ ഒന്ന് CBSEയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ഈ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നീറ്റ് പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറലും പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നുള്ള കാര്യം പുനർമൂല്യനിർണ്ണയത്തിനായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെബ്സൈറ്റ് തകരാറിലായിരുന്നു. സാങ്കേതിക പ്രശ്നം കാരണം വെബ്സൈറ്റ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു. അത് മാറി ഇന്ന് മുതൽ വെബ്സൈറ്റ് പൂർണ്ണതോതിൽ തുറന്നു കൊടുക്കുമെന്ന് CBSE അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ വീണ്ടും എന്നതാണ്. ഇതിനൊപ്പം വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതിൽ ഒന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ഇതിൽ പ്രധാനപ്പെട്ട കുറ്റാരോപിതനായി മുന്നിലുള്ളത്. ധർമ്മേന്ദ്ര പ്രധാനും ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യാനായി മൂന്നാമത്തെ ടെൻഡറിൽ അനുവാദം ലഭിച്ച കരാർ ലഭിച്ച കോംറ്റ് എജുടെക് എന്ന കമ്പനി ഉടമസ്ഥനും തമ്മിൽ ബന്ധമുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് കോംറ്റ് എജുടെക്കിന്റെ ഉടമസ്ഥൻ അത് US-ൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ പഠിക്കാൻ പോയപ്പോൾ പ്രാദേശിക രക്ഷകർത്താവായിരുന്ന ഇദ്ദേഹമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന ആക്ഷേപം കോൺഗ്രസ് ശക്തമാക്കുകയാണ്. പ്രതിഷേധങ്ങളും തുടരുകയാണ്. അതിനിടെയാണ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നു മുതൽ വീണ്ടും പുനർമൂല്യനിർണ്ണയത്തിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനാകും. വെബ്സൈറ്റ് ഇന്നു മുതൽ തുറന്നു നൽകും എന്നാണ് അറിയിപ്പ്. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.